ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് വ്യൂ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട്ണർഷിപ്പ് ഫേം, അതിനെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു സംരംഭം ആരംഭിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായി അവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. കാരണം സ്റ്റാറ്റ്യൂട്ടറി കമ്പനികളെ അപേക്ഷിച്ച് വളരെ ലളിതവും വളരെ എളുപ്പവുമായി നമുക്ക് ഇത്തരം ഫേമുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ഫേം രൂപീകരിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നല്ലൊരു പേര് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പേര് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിലുള്ള ഫേമുകളുടെ പേര് തിരഞ്ഞെടുക്കരുത്. കാരണം അത്തരം ഫേമുകളുടെ റെപ്യൂട്ടേഷനെയും ഗുഡ്വില്ലിനെയും അത് ബാധിക്കും. അതുപോലെ തന്നെ ചില വാക്കുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ക്രോൺ, എംപറർ, എംപ്രസ്, എംപയർ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. രണ്ടാമതായി പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്നേഴ്സിൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും മറ്റും വ്യക്തമായി കാണിച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങളടങ്ങിയ എഗ്രിമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അഡ്രസ്സും പാർട്ട്നേഴ്സിൻ്റെ അഡ്രസ്സും ഉൾപ്പെടുത്തിയിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ സ്വഭാവം, അതായത് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് കാണിച്ചിരിക്കണം. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കമൻസ്മെൻറ്റ് ഡേറ്റ് അത് കാണിച്ചിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു നിശ്ചിത കാലാവധി ഉണ്ടെങ്കിൽ ആ കാലാവധി കാണിച്ചിരിക്കണം. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും മുതൽ മുടക്ക് കാണിച്ചിരിക്കണം. പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതും വ്യക്തമാക്കിയിരിക്കണം. അഡീഷണൽ ക്ലോസ് ആവശ്യമാണെങ്കിൽ അതിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമായി കാണിച്ചിരിക്കണം. പാർട്ട്നേഴ്സിൻ്റെ മുതൽ മുടക്കിൻ്റെ ഇൻട്രസ്റ്റ്, ലോൺ, ഡ്രോയിങ്സിൽ കൈക്കൊള്ളേണ്ട ഇൻട്രസ്റ്റ് നടപടികൾ ഇതെല്ലാം അതിൽ വ്യക്തമായി കാണിച്ചിരിക്കണം. പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ, അതുപോലെ തന്നെ അക്കൗണ്ട്സ്, ഓഡിറ്റ് എന്നിവയെക്കുറിച്ചുള്ള ഒരു മുൻധാരണ ഇതെല്ലാം അതിൽ കാണിച്ചിരിക്കണം. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഡ്യൂട്ടി, അധികാരം, ബാധ്യതകൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം പാർട്ട്നേഴ്സിൻ്റെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും കാണിച്ചിരിക്കണം. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള സ്റ്റാമ്പ് പേപ്പർ വേണം പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കാൻ. പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഓരോ കോപ്പി ഓരോ പാർട്ട്നേഴ്സും കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഒരു കോപ്പി പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് രജിസ്ട്രാർക്ക് നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് രജിസ്ട്രേഷൻ നിർബന്ധമില്ല. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അതിൻ്റെ കീഴിലാണ് ഇന്ത്യയിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേം എല്ലാം പ്രവർത്തിക്കുന്നത്. രജിസ്ട്രേഷൻ നിർബന്ധമില്ലെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 നിഷ്കർഷിക്കുന്ന ഗുണങ്ങൾ ഫേമിന് ലഭിക്കുന്നതല്ല. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ രജിസ്ട്രേഷൻ ഫേം തുടങ്ങിയതിന് ശേഷമോ തുടങ്ങുന്നതിന് മുമ്പോ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ കേസുകളും മറ്റും കോർട്ടുകളിൽ നടത്തപ്പെടുമ്പോൾ നിർബന്ധമായും രജിസ്ട്രേഷൻ അനിവാര്യമായി വരും. പാർട്ട്ണർഷിപ്പ് ഫേം അപേക്ഷിക്കേണ്ടത് ഫോം നമ്പർ 1 പാർട്ട്ണർഷിപ്പ് അഫിഡവിറ്റിൻ്റെ സ്പെസിമെൻ ഫില്ലപ്പ് ചെയ്യണം. പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ സർട്ടിഫൈ ചെയ്ത ട്രൂ കോപ്പി, സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന രേഖ അല്ലെങ്കിൽ റെൻറ്റ്, ലീസ് എന്നിവയുടെ രേഖകൾ ഇതെല്ലാം അതോടൊപ്പം കൊടുക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷനിലും സ്റ്റേറ്റ്മെൻറ്റിലും എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡും ആപ്ലിക്കേഷനും അതോടൊപ്പം കൊടുത്ത രേഖകളും എല്ലാം കറക്റ്റാണെങ്കിൽ രജിസ്ട്രാർ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. ഇതോടൊപ്പം തന്നെ നമ്മൾ ടാക്സ് രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫേം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി നിർബന്ധമായും രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. പാൻ കാർഡ് ഫേമിന് ലഭിച്ചു കഴിഞ്ഞാൽ
അത് വച്ചുകൊണ്ട് നമ്മൾ ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഫേമിൻ്റെ പേരിൽ ഓപ്പൺ ആക്കണം. പിന്നീടുള്ള ഫേമിൻ്റെ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും, എല്ലാ ഡീലിങ്ങും, പണമിടപാടുകളും ഈ ബാങ്ക് വഴി വേണം നടത്തുവാൻ. പാർട്ട്ണർഷിപ്പ് ഫേമിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കാതിരിക്കുക.